കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ കഴിഞ്ഞ 12 ശ്ലോകമാണല്ലോ കഴിഞ്ഞതിൽ. അപ്പോൾ 11ലും 12ലും വാമദേവ മഹർഷി പൗരജനങ്ങളോട് പറയല്ലേ, നിങ്ങൾ ദുഃഖിക്കണ്ട. ഈ രാമൻ സർവ്വലോകങ്ങളുടെ ഉത്പത്തിക്ക് കാരണഭൂതനും പിന്നെ മായാതീതനും ആയിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. പിന്നെ വേദം, അതായത് ഈ സൃഷ്ടി സാമർഥ്യം, വേദം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ തന്നെ പ്രകാശിപ്പിച്ചിട്ട് ഈ സൃഷ്ടി സാമർഥ്യം ഒക്കെ ബ്രഹ്മാവിന് നൽകിയിട്ടുള്ള പരിപൂർണനായിട്ടുള്ള മഹാവിഷ്ണുവാണ് ഈ നമ്മുടെ രാമൻ. സീതയോ മഹാവിഷ്ണുവിൻ്റെ ശക്തിയായിട്ടുള്ള യോഗമായാണ്, മഹാലക്ഷ്മി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ യാതൊരു കാരണം കൊണ്ടും രാമൻ മഹാവിഷ്ണുവിൻ്റെയും സീത മഹാലക്ഷ്മിയുടെയും അവതാരമാണെന്ന് നിങ്ങൾ ധരിക്കൂ. അപ്പോൾ മാത്രമല്ല, ലക്ഷ്മണൻ ആദിശേഷൻ്റെ അവതാരമാണ്. അതുകൊണ്ടാണ് എപ്പോഴും മഹാവിഷ്ണുവിനെ അനുഗമിക്കണത്. മായാസംബന്ധം ഒന്നും അവർക്കില്ല. അവർ മായയുടെ ഗുണം സ്വീകരിച്ച് ഒരു ശരീരം എടുക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ആകൃതിയിൽ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ടാവണു. അല്ലാണ്ട് സാധാരണ നമ്മളെപ്പോലുള്ള പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ദേഹമൊന്നുമല്ല അവരുടെ. അതൊക്കെ യോഗമായ പ്രഭാവം കൊണ്ട് ഇങ്ങനെ ഒരു ശരീരം എടുത്ത് നമ്മുടെ മുമ്പാകെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ 2 ശ്ലോകത്തിലേ. അപ്പോൾ ഇനി 13ഉം 14ഉം നമുക്ക് ചെയ്യാം കേട്ടോ. ഏഷ ഏവ രജോ യുക്തോ ബ്രഹ്മാഭൂദ്വിശ്വഭാവന സത്വാവിഷ്ടസ്തഥാ വിഷ്ണുസ്ത്രിജഗത്പ്രതിപാലകഃ. 14 ഏഷ രുദ്രസ്താമസോന്തേ ജഗത്പ്രളയകാരണം ഏഷ മത്സ്യപുരാ ഭൂത്വാ ഭക്തം വൈവസ്വതം മനും. ഇനിയുണ്ട് കേട്ടോ 15ഉം 16ഉം 17ഉം ഒന്നിച്ചാണ്. നവ്യാരോപ്യ ലയസ്യാന്തം പാലയാമാസ രാഘവ സമുദ്രമഥനേ പൂർവം മന്ദരേ സുതലം ഗതേ അധാരയത്സ്പൃഷ്ടേദ്രിം കൂർമ്മരൂപീ രഘൂത്തമാ മഹീരസാതലം യാതാ പ്രളയേ സൂകരോ ഭവേദ്. തോലയാമാസ ദംഷ്ടാഗ്രേ താം ക്ഷോണീം രഘുനന്ദന. അവതാരങ്ങൾ പറയുക. ഏഷ ഏവ രജോയുക്ത. ഈ ഭഗവാൻ തന്നെ സത്വഗുണമായിട്ട് ശ്രീരാമനായിട്ട് അവതരിച്ചുല്ലോ. അപ്പോൾ ഈ ഭഗവാൻ തന്നെ രജോ ഗുണം എടുത്തിട്ട് വിശ്വഭാവന ബ്രഹ്മ അഭൂത്. അതായത് ബ്രഹ്മാവിനെ, വിശ്വം തന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ ബ്രഹ്മാവായിട്ട് ഭവിച്ചു. അതായത് ഈ ഇപ്പം നമ്മുടെ മുമ്പിൽ സത്വം ഗുണം സ്വീകരിച്ച് വന്നിട്ടുള്ള ഈ ശ്രീരാമ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. ആ മഹാവിഷ്ണു തന്നെയാണ് രജോ ഗുണം എടുത്തിട്ട് ലോക സൃഷ്ടിക്കായിക്കൊണ്ട് ബ്രഹ്മാവായിട്ട് ഭവിച്ചു. പിന്നെയോ തഥാ സത്വാവിഷ്ട, അതേപോലെ തന്നെ സത്വഗുണം സ്വീകരിച്ചിട്ടാണ് പിന്നെ പരിപാലകൻ, ഈ 3 ലോകത്തെയും പരിപാലിക്കുന്ന ത്രിജഗത് പരിപാലകനായിട്ടുള്ള വിഷ്ണുവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. രജോ ഗുണം സ്വീകരിച്ച് ബ്രഹ്മാവായിട്ടും സൃഷ്ടിക്ക് വേണ്ടിയിട്ട്, സത്വഗുണം സ്വീകരിച്ച് വിഷ്ണു ഭഗവാനായിട്ട് ലോകം പാലനം ചെയ്യാനായിട്ടും, താമോ ഗുണത്തെ സ്വീകരിച്ച് ജഗൽ പ്രളയ കാരണം ലോകങ്ങളുടെ നാശത്തിനും അല്ലേ ശിവനായിട്ടും ഭവിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനായിട്ടും ഈ ഒരു പരമാത്മാവ് തന്നെയാണ് വന്നത്. പിന്നെയോ പുരാ മത്സ്യഭൂത്വ, പണ്ട് മത്സ്യമായിട്ട് അവതരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഭക്തം വൈവസ്വത മനുവിനെ നാവി ആരോപ്യ തോണിയിൽ കയറ്റിയിട്ട് ലയസ്യ അന്തം, ഈ ലോകാവസാനം പ്രളയാവസാനം വരെ പാലയാമാസ, പ്രളയം വരുത്തി. എന്നിട്ട് ആ കഥ നമ്മളിപ്പോൾ ഈ ഒരു പിന്നെ സ്കന്ധത്തെ തന്നെ നമ്മൾ വരും. മത്സ്യാവതാരത്തോട് കൂട്ടാണ് 8ാം സ്കന്ധം അവസാനിക്കണത്.
മത്സ്യാവതാരത്തിൻ്റെ കഥ പറയുകയാണ്. വൈവസ്വതമനു സത്യവ്രതൻ ഒരു തോണിയിൽ പ്രളയജലത്തിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുമല്ലോ, അങ്ങനെ പാലിച്ചു. പിന്നെയോ അതിനു മുമ്പേ പൂർവം സമുദ്രമഥനെ, പണ്ട് സമുദ്രമഥനത്തിൽ അല്ലേ നമ്മളിപ്പോൾ കണ്ടുല്ലോ ഭാഗവതത്തിൽ, അതായത് പണ്ട് അമൃതമഥനത്തിൽ മന്ദരേ സുതലം ഗതേ, മന്ദരം പർവ്വതമായിട്ട് മന്ദരപർവ്വതത്തെ വെച്ചിട്ട് കൂർമ്മമായിട്ട് മന്ദരപർവ്വതത്തിൻ്റെ അടിയിൽ അത് താണു പോവാതിരിക്കാൻ ഒരു ആമയായിട്ട് കൂർമ്മരൂപി രഘുത്തമ ആമയായിട്ട് വഹിച്ചു. ഈ രഘുശ്രേഷ്ഠൻ തന്നെ എന്ന് പറയുകയാണ്. ഈ ശ്രീരാമൻ തന്നെയാണ് പണ്ട് മന്ദരപർവ്വതം താണു പോവാതിരിക്കാനായിട്ട് ആമയായിട്ട് രൂപം ധരിച്ചത്. പ്രളയേ മഹി രസാതലം യാത, എന്നിട്ടോ പിന്നെ ഈ രഘുത്തമൻ തന്നെയാണ് പ്രളയത്തിൽ ഭൂമിയെ പിന്നെ എന്താണ് ഹിരണ്യാക്ഷൻ സമുദ്രത്തിൻ്റെ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു അല്ലേ. അപ്പോൾ സൂകര അഭവത്, ഈ രഘുനന്ദനൻ തന്നെ ആരായി? ഈ രാമൻ തന്നെ പന്നിയായി അല്ലേ, വരാഹാവതാരം എടുത്തു. താം ക്ഷോണിയും, അങ്ങനെ ആ ഭൂമിയെ ദംഷ്ട്രാഗ്രേ തോലയാമാസ, അതായത് തൻ്റെ ദംഷ്ട്രയുടെ മൂക്കിൻ്റെ അറ്റത്ത് ആ പേറ്റയുടെ മുകളിൽ വെച്ച് കൊണ്ടുവന്നുല്ലോ, ഭൂമി രക്ഷിച്ചുല്ലോ. അതാണ്. അപ്പം കഴിഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയണതിന് ഒന്നും കൂടി പിന്നെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ശ്രീരാമൻ തന്നെയാണ് പണ്ട് രജോ ഗുണം അംഗീകരിച്ച് ബ്രഹ്മാവായിട്ടും സത്വഗുണം അംഗീകരിച്ച് വിഷ്ണുവായിട്ടും തമോ ഗുണം പിന്നെ സ്വീകരിച്ച് പിന്നെ രുദ്രനായിട്ടുമൊക്കെ വന്നത്. പിന്നെ മത്സ്യാവതാരം എടുത്തതും ഈ മത്സ്യാവതാരം എടുത്ത് വൈവസ്വത മനുവിനെ കാരണജലത്തിൽ തോണിയിലിരുത്തി പ്രളയം കഴിയുന്നവരെ സംരക്ഷിച്ചവനും ഈ ശ്രീരാമചന്ദ്രനാണ്. പിന്നെയോ പാലായി മഥനം ചെയ്ത് പിന്നെ മന്ദരപർവ്വതം താണു പോവാതിരിക്കാൻ കൂർമാവതാരം എടുത്തതും ഈ ശ്രീരാമചന്ദ്രൻ തന്നെ. പിന്നെ പ്രളയത്തിൽ ഭൂമിയെ ഒളിപ്പിച്ചു വെച്ച ഹിരണ്യാക്ഷൻ്റെ കയ്യിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനായിട്ട് ഈ ഭഗവാൻ തന്നെയാണ് എന്തെടുത്തത്, വരാഹ അവതാരം എടുത്തത് എന്ന് പറഞ്ഞ് അതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. ഇനി കുറച്ച് അവതാരം കൂടിയും പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് 13 തൊട്ട് 17 വരെ വായിച്ച് 18, 19, 20, 21 വായിക്കാം. ഏഷ ഏവ രജോ യുക്തോ ബ്രഹ്മാഭൂത് വിശ്വഭാവന സത്വാവിഷ്ടസ്തഥാ വിഷ്ണുസ്ത്രിജഗത്പതിപാലക ഏഷ രുദ്രസ്താമസോന്തേ ജഗൽപ്രളയകാരണം ഏഷ മത്സ്യപുരാ ഭൂത്വാ ഭക്തം വൈവസ്വതം മനും നാവ്യാരോപ്യലയസ്യാന്തം പാലയാമാസ രാഘവ സമുദ്രമഥനേ പൂർവം മന്ദരേ സുതലം ഗതേ അധാരയൽ സ്പൃഷ്ടേദ്രിം കൂർമ്മരൂപീ രഘൂത്തമ മഹീരസാതലം യാതാ പ്രളയേ സൂകരോ ഭവേത് തോലയാമാസ ദംഷ്ട്രാഗ്രേ താം ക്ഷോണീം രഘുനന്ദനാം. ഇനി നരസിംഹാവതാരമൊക്കെ പറയും. 4 ശ്ലോകം. നാരസിംഹം വപുകൃത്വാ പ്രഹ്ലാദവരദപുരാ ത്രിലോകകണ്ടകം രക്ഷഃ പാടയാമാസ തന്നഖൈഃ പുത്രരാജ്യം ഹൃദം ദൃഷ്ട്വാ ഹൃദിത്യാ യാചിതപുരാ വാമനത്വമുപാഗമ്യ യാജ്ഞയാ പ്രഹരൽ പുനഃ ചാഹരത് പുനഃ ദുഷ്ടക്ഷത്രിയഭൂഭാരനിവൃത്यै ഭാർഗവോ ഭവദ് സ ഏവ ജഗതാം നാഥ ഇദാനിം രാമതാം ഗതാ രാവണാദീനി രക്ഷാംസി കോടിശോ നിഹനിഷ്യതി മാനുഷേണൈവ മരണം തസ്യ ദൃഷ്ടം ദുരാത്മനഃ. അപ്പം നമ്മൾ മത്സ്യവും കൂർമ്മവും വരാഹവും കഴിഞ്ഞതിൽ പറഞ്ഞുല്ലോ. പിന്നെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പറഞ്ഞിട്ട് മത്സ്യവും കൂർമ്മം വരാഹവും പറഞ്ഞു. ഇതിൽ നരസിംഹം ബബു നരസിംഹമായിട്ട് വന്ന് പ്രഹ്ലാദനെ വരം നൽകി. പിന്നെയോ ത്രിലോകകണ്ടകം രക്ഷഃ പാടയാമാസ തം നഖൈ, എന്നിട്ടോ തൻ്റെ നഖം കൊണ്ട് ഈ പിന്നെ ഹിരണ്യകശിപുവിനെ പിളർന്നു. അതാണ് ത്രിലോകകണ്ടകം രക്ഷഃ പാടയാമാസ. ഈ 3 ലോകങ്ങളുടെയും ശത്രുവായിട്ടുള്ള ആ രക്ഷസിനെ മീൻസ് ഇവിടെ ഹിരണ്യകശിപുവിൻ്റെ മാറ് പിളർന്നു. പിന്നെയോ പുത്രരാജ്യം ഹൃദം ദൃഷ്ട, പുത്രൻ്റെ രാജ്യം അപഹരിക്കപ്പെട്ടതിനെ കണ്ടിട്ട് പുര അതിഥ്യായാചിത, അതായത് ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് മഹാബലി സ്വർഗം അപഹരിച്ചപ്പോൾ അതിഥി
പുര അതിഥ്യായാചിത, അതിഥിയാൽ യാചിക്കപ്പെട്ടിട്ട് എന്താ, അതിഥി ഭഗവാനെ ആശ്രയിച്ചു അല്ലെങ്കിൽ ഭഗവാനോട് അർത്ഥിച്ചപ്പോൾ ആരായിട്ട് വന്നു, മഹാബലിയെ പാതാളത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വാമനത്വം ഉപഗമ്യ, വാമനഭാവത്തെ സ്വീകരിച്ച് യാജ്ഞയാ പുന അരഹത്, യാജ്ഞ കൊണ്ട് വീണ്ടും ഹരിച്ചു. അതായത് യജ്ഞം മുഖേനാണല്ലോ. പിന്നെ പിന്നെ പരശുരാമൻ്റെ ദുഷ്ട ക്ഷത്രിയ ഭൂഭാര നിവൃത്തി, ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ വധിച്ച് ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായിട്ട്, അതാണ് ദുഷ്ട ക്ഷത്രിയ ഭൂഭാരം. അതായത് ചീത്ത രാജാക്കന്മാരെ ഭൂമിയുടെ ഭാരം വളരെയധികം വർദ്ധിച്ചിരുന്നു. അപ്പം ആ രാജാക്കന്മാരെ ഹനിച്ച് ഭൂഭാരം തീർക്കാനായിട്ട് ആരായിട്ട് ജനിച്ചു, ഭാർഗവ അഭവത്, ഭൃഗുപുത്രനായിട്ടുള്ള ഭാർഗവനായിട്ട് ജനിച്ചു. സഹ ജഗതാം നാഥ ഏവ, ആ ലോകനാഥൻ തന്നെ ഇതാനും രാമതാം ഗത, ഇപ്പോൾ ആ പരശുരാമനായി ജനിച്ച അതേ ശക്തി തന്നെയാണ് ഇപ്പോൾ രാമനായി ജനിച്ചിരിക്കുന്നത്. നൗ എന്തിനാണ്, രാവണാദീനി രക്ഷാംസി കോടീശഹ നിഘനിഷതി, രാവണനെ പോലുള്ള കോടി രാക്ഷസന്മാരെ ഹനിക്കാനായിട്ട് ദുരാത്മനഹ തസ്യ, ദുരാത്മായ അവന്, അതായത് രാവണനെ മാനുഷേണ ഏവ മരണം ദൃഷ്ടം, മനുഷ്യൻ്റെ കൈകൊണ്ട് മാത്രമേ മരണപ്പെടാൻ സാധിക്കൂ. അതായത് മനുഷ്യനായിട്ട് വന്ന ഒരാൾക്ക് മാത്രമേ രാവണനെ കൊല്ലാൻ പാടുള്ളൂ എന്നുള്ള ഒരു വരണ്ടല്ലോ രാവണനെ, അതുകൊണ്ട് മനുഷ്യനായി അവതരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഈ 4 ശ്ലോകത്തിൽ ബാക്കിയുള്ള അവതാരം പറയണം, നരസിംഹം, വാമനൻ, പിന്നെയോ പരശുരാമൻ അല്ലേ, പിന്നെ ശ്രീരാമനായല്ലോ, പരശുരാമൻ കഴിഞ്ഞ ശ്രീരാമനായല്ലോ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, പിന്നെ ശ്രീരാമൻ, പിന്നെ ശ്രീകൃഷ്ണൻ, പിന്നെ ബുദ്ധൻ, കൽക്കി, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഈ ശ്രീരാമാവതാരം വരെയുള്ള അവതാരം മുഴുവൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കത് അത്രയല്ലേ ആവശ്യമുള്ള, അറിയണതാണ്, വെറുതെ പറഞ്ഞു പോവാം. നാരസിംഹം ബഭൂകൃത്വ പ്രഹ്ലാദവരദപുര ത്രിലോകകണ്ടകം രക്ഷപാടയാമാസ തന്നഖൈ പുത്രരാജ്യം ഹൃദം ദൃഷ്ട്വാ ഹൃദിത്യ യാചിതപുര വാമനത്വമുപാഗമ്യ യാജ്ഞയാ പ്രചാഹരൽ പുനഃ ദൃഷ്ടക്ഷത്രിയഭൂഭാരനിവൃത്യൈ ഭാർഗവോ ഭവൽ സ ഏവ ജഗതാം നാഥ ഇദാനീം രാമതാം ഗതഃ രാവണാദീനി രക്ഷാംസി കോടിശോ നിഹനിഷ്യതി മാനുഷേണൈവ മരണം തസ്യ ദൃഷ്ടം ദുരാത്മനഃ. അപ്പോൾ ഇതെല്ലാം അവതാരം, ഇതുവരെയുള്ള പരശുരാമൻ്റെ അവതാരം മുഴുവൻ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ രാവണാദികളെ കൊല്ലാനായിട്ട് ശ്രീരാമചന്ദ്രൻ എന്ന പേര് എടുത്ത് ധരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ കോടി രാക്ഷസന്മാരെ നമ്മൾ ഈ ശ്രീരാമാവതാരത്തിൽ സംഹരിക്കും. അപ്പോൾ അതിന് കാരണമുണ്ട്, രാവണനെ മനുഷ്യനെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറയുകയാണ് പൗരജനങ്ങളോട്. ഇനി 22ഉം 23ഉം രാജ്ഞ ദശരഥോ നാഭി തപസാരാധിതോ ഹരി പുത്രത്വകാംക്ഷയാ വിഷ്ണോസ്തദാ പുത്രോ ഭവദ്ധരി സ ഏവ വിഷ്ണു ശ്രീരാമോ രാവണാദിവധായ ഹി ഗന്ധാദ്യൈവ വനം രാമോ ലക്ഷ്മണേന സഹായവാൻ ഏഷാ സീതാ ഹരേർമായ സൃഷ്ടിസ്ഥിത്യന്തകാരിണീ. വിഷ്ണോഹോ പുത്രത്വാകാംക്ഷയ, വിഷ്ണുപുത്രനായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, മഹാവിഷ്ണുവിനെ പുത്രനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാജ്ഞ ദശരഥേന അഭി, രാജാവായ ദശരഥനാലും തപസാ ഹരി ആരാധിത, തപസ്സിനാൽ വിഷ്ണുവിനെ ആരാധിച്ചു. അതായത് ദശരഥൻ വിഷ്ണുവിനെ എൻ്റെ പുത്രനായി ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തപസ്സനുഷ്ഠിച്ചു, ഇതൊക്കെ ചെയ്തുല്ലോ, പുത്രകാമേഷ്ടിയൊക്കെ. എന്നിട്ട് സ വിഷ്ണു ഏവ, ആ മഹാവിഷ്ണു തന്നെയാണ് ഇപ്പോൾ ശ്രീരാമനായിട്ട് രാവണാധിവധായാഹി, രാവണാധിവധത്തിന് തന്നെയാണ് ഉദ്ദേശം. ദ പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ അതാണ്, അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ രാവണവധാണ്. അദ്യേവ, ഇപ്പോൾ തന്നെ ലക്ഷ്മണേന സഹായവാൻ വനം ഗന്ധ, ലക്ഷ്മണൻ്റെ സഹായത്തോടുകൂടി വനത്തിലേക്ക് ഇപ്പം പോവും. ഏഷാ സീത, ഈ സീത ആരാണ്, യോഗമായ തന്നെയാണെന്ന്. സൃഷ്ടിസ്ഥിത്യന്തകാരിണി ഹരേഹേ മായ,
സൃഷ്ടിസ്ഥിത്യന്ത കാര്യങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള യോഗമായയുടെ ശക്തി ഉപയോഗിച്ചിട്ടാണല്ലോ. ആ യോഗമായ തന്നെയാണ് നമ്മുടെ ഈ സീതാദേവി. അപ്പോൾ പിന്നെ അത് പറഞ്ഞു കൊടുക്കണം ഒന്നും കൂടി വിസ്തരിച്ച്. എന്താ പറയുക, ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ദശരഥ മഹാരാജാവ് മഹാവിഷ്ണു തൻ്റെ പുത്രനായി അവതരിക്കണമെന്ന് ആഗ്രഹിച്ച് തപസ് ചെയ്തു കഴിഞ്ഞ ജന്മം. അപ്പോൾ കുറേ കാലം കുട്ടികളുണ്ടാവാതെ ഈ ജന്മം പുത്രകാമേഷ്ടി ചെയ്യിപ്പിച്ചിട്ട് വസിഷ്ഠൻ പിന്നെ പുത്രകാമേഷ്ടി ചെയ്യിപ്പിച്ചിട്ട് ദശരഥനെ കൊണ്ട് ഭഗവാൻ ദശരഥൻ്റെ പുത്രനായിട്ട് ജനിച്ചു. ഇപ്പോൾ ഇനി രാവണാദികളെ വധിക്കലാണല്ലോ ഉദ്ദേശം. അതുകൊണ്ട് ഇനി ലക്ഷ്മണനെയും കൂട്ടി കാട്ടിലേക്ക് പോവുകയാണ്. ഈ സീതയെപ്പറ്റിയും നിങ്ങൾ വിഷമിക്കണ്ട, സീത ഭഗവാന്റെ യോഗമായ തന്നെയാണ് എന്ന് പറഞ്ഞു. രാജ്ഞാ ദശരഥോ നാഭി തപസാരാധിതോ ഹരി പുത്രത്വകാംക്ഷയാ വിഷ്ണോസ്തദാ പുത്രോ ഭവദ്ധരി സ ഏവ വിഷ്ണു ശ്രീരാമോ രാവണാദിവധായ ഹി ഗന്ധാദ്യൈവ വനം രാമോ ലക്ഷ്മണേന സഹായവാൻ ഏഷാ സീത ഹരേർമായ. ഹരിയുടെ മായയാണത്, സൃഷ്ടിസ്ഥിത്യന്തകാരിണി. ഇനി 24. രാജ വാ കൈകേയി വാപി നാത്ര കാരണമണ്വപി പൂർവേദ്യുന്നാരദ പ്രാഹ ഭൂഭാരഹരണായ ച. ഒരു ശ്ലോകം കൂടിയുണ്ട്. രാമോപ്യാഹ സ്വയം സാക്ഷാച്ഛോഗമിഷ്യാമ്യഹം വനം അതോ രാമം സമുദ്ദിശ്യ ചിന്താം ത്യജത ബാലിശാഹ. നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് തന്നെ പറയണ. രാജ വാ കൈകേയി അബീവ, ദശരഥ മഹാരാജാവോ കൈകേയിയോ അത്ര അണു അഭി കാരണം എന്നാ. ഇതിൽ അവർ കാരണമൊന്നുമല്ല, അവർ ഒരു നിമിത്താക്കിയതാണ് ഭഗവാൻ തന്നെ എന്ന് പറയാണ്. നിങ്ങൾക്ക് കൈകേയിയോടോ കൈകേയി രാജ്ഞിയോടോ ദശരഥ മഹാരാജാവിനോടോ നിങ്ങൾക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. അവരൊന്നും കാരണമല്ല. അണുഅഭി, അവരൊന്നും ഒരു അണുമാത്രം പോലും കാരണമല്ല. പൂർവേദ്യുഹു നാരദ ഭൂഭാരഹരണനായ പ്രാഹാച്ച. ഇന്നലെ നാരദൻ ഭൂഭാരം കുറയ്ക്കാനായിട്ട് ശ്രീരാമനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക പോലും ചെയ്തു. ശ്രീരാമനെ ഓർമ്മയില്ലായൊന്നുമില്ല എങ്കിൽ പോലും ബ്രഹ്മാവ് അയച്ചിട്ട് നാരദൻ വന്ന് അവതാരോദ്ദേശം മറക്കരുതേ, രാജ്യം ഭരിച്ചിരിക്കരുതേ എന്ന് പറഞ്ഞുല്ലോ. നമ്മളത് വായിച്ചുല്ലോ, അതൊന്ന് പറഞ്ഞു. ശ്വഹ അഹം വനം ഗമിഷ്യാമി ഇതി. അപ്പം നാരദനോട് പറയുകയും ചെയ്തു, ഞാൻ അതിന് വഴി ഉണ്ടാക്കിയിട്ട് നാളെ ഞാൻ വനത്തിലേക്ക് പൊക്കോളാം. ശ്വഹ മീൻ നാളെ, അഹം വനം ഗമിഷ്യാമി, ഞാൻ നാളെ പൊക്കോളാം. രാമ അഭി സ്വയം സാക്ഷാലാഹ, രാമൻ തന്നെ നാരദനോടത് പറഞ്ഞു എന്ന്. അതഹ രാമം സമുദ്ദിശ്യ, അതുകൊണ്ട് രാമനെ മനസ്സിലാക്കിയിട്ട് ബാലിശാഹ, ഈ ബാലിശമായിട്ടുള്ള നിങ്ങളുടെ ചിന്താം ത്യജത, ചിന്തയെ ത്യജിപ്പിൻ. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ ദശരഥ മഹാരാജാവോ കൈകേയി രാജ്ഞിയോ ഒന്നുമല്ല കാരണം. അവരണു മാത്രം കാരണമല്ല. ഇന്നലെ നാരദമുനി രാമനോട് വന്ന് ഭൂമിഭാരം തീർക്കണം എന്നുള്ള ബ്രഹ്മാവിൻ്റെ സന്ദേശം കൊടുത്തു എന്ന്. അപ്പോൾ ശ്രീരാമൻ തന്നെ നാരദനോട് പ്രതിജ്ഞ ചെയ്തു, നാളെ തന്നെ ഞാൻ ഒരു കാരണം ഉണ്ടാക്കി വനത്തിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ രാമൻ്റെ ഈ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി ദുഃഖത്തെ ത്യജിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ രാജാവാ കൈകേയി വാപി നാത്ര കാരണമണ്വപി പൂർവേദ്യും നാരദ പ്രാഹ ഭൂഭാരഹരണായ ച രാമോപ്യാഹ സ്വയം സാക്ഷാൽ ഛോഗമിഷ്യാമ്യഹം വനം അതോ രാമം സമുദ്ദിശ്യ ചിന്താം ത്യജത ബാലിശ. ഈ ബാലിശമായിട്ടുള്ള നിങ്ങളുടെ ദുഃഖത്തിനെ ത്യജിക്കൂ. ഇനി 26-27 രാമരാമേതിയേ നിത്യം ജപന്തി മനുജാ ഭുവി തേഷാം മൃത്യുഭയാദീനി ന ഭവന്തി കദാചന കാ പുനസ്തസ്യ രാമസ്യ ദുഃഖശങ്കാ മഹാത്മന രാമനാമ്നൈവ മുക്തി സ്യാത് കലൗ നാന്യേന കേനചിത്. ഭുവിയെ മനുജാഹ, ഈ ഭൂമിയിൽ ഏത് മനുഷ്യന്മാരാണ് രാമരാമ ഇതി നിത്യം ജപന്തി, രാമ രാമ എന്ന് എല്ലാ ദിവസവും
ജപിക്കണത് മൃത്യുഭയാദീനി കഥാചന ന ഭവന്തി. അവർക്ക് മൃത്യുഭയാദികൾ ഒരു കാലത്തും ഭവിക്കില്ല. മഹാത്മനഃ തസ്യ രാമസ്യ, ആ മഹാത്മാവായ രാമന് ദുഃഖശങ്ക പുനഃ ക. എങ്ങനെയാ പിന്നെ ദുഃഖം ഉണ്ടാവുക? നിങ്ങൾ രാമൻ്റെ ദുഃഖോർത്ത് ദുഃഖിക്കണ്ട. ഈ രാമനാമം ജപിക്കുന്നവരുടെ ദുഃഖം തീർക്കുക മാത്രമല്ല, മൃത്യുഭയവും തീർക്കണ ആ രാമന് സ്വയം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കലൗ രാമനാംനായേവ മുക്തിസ്യാൽ. കലികാലത്തിൽ രാമനാമം കൊണ്ട് തന്നെയാണ് മുക്തി ഉണ്ടാവുമെന്ന് പറയണത്. അന്യനാക്കേന ജിത്ന, വേറെ ഒന്നുകൊണ്ടുമല്ല എന്ന് പറഞ്ഞു. അതായത് രാമനാമത്തിൻ്റെ ഒരു മാഹാത്മ്യം കൂടിയും വേദവ്യാസ മഹർഷി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ? രാമന് ദുഃഖം ഉണ്ടാവൂലോ, സീതയ്ക്ക് ദുഃഖം ഉണ്ടാവൂലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖം. എങ്ങനെ രാമനാ ഇത്ര വിഷമിച്ച് കാട്ടിൽ കഴിയും? ആ ഒരു ദുഃഖം വേണ്ട. രാമൻ്റെ നാമം ചൊല്ലുന്നവർക്ക് ദുഃഖം മാത്രമല്ല, അവർക്ക് മരണഭയം കൂടി മാറ്റുന്ന ആ ശ്രീരാമ ഭഗവാന് ദുഃഖോ. അപ്പോൾ അതിന് അങ്ങനെയുള്ള പരമാത്മാവായ രാമന് ദുഃഖം എങ്ങനെ ഉണ്ടാവുക? കലികാലത്തിൽ രാമനാമ സങ്കീർത്തനം കൊണ്ട് മാത്രമേ മുക്തി ലഭിക്കൂ, വേറെ ഒന്നുകൊണ്ടും മുക്തി ലഭിക്കില്ല എന്ന് സ്പഷ്ടമായിട്ട് അങ്ങോട്ട് പറഞ്ഞു ഇതിൽ വ്യാസ മഹാദേവൻ. രാമരാമേതിയേ നിത്യം ജപന്തി മനുജാ ഭുവി തേഷാം മൃത്യുഭയാദീനി ന ഭവന്തി കദാചന. കാ പുനസ്തസ്യ രാമസ്യ ദുഃഖശങ്കാ മഹാത്മന രാമനാംനൈവ മുക്തി സ്യാൽ കലൗ നാന്യേന കേനചിത്. 28ഉം 29ഉം കൂടി വായിച്ചു നിർത്താം. മായാ മാനുഷരൂപേണ വിഡംബയതി ലോകകൃത് ഭക്താനാം ഭജനാർത്ഥായ രാവണസ്യ വധായ ച രാജ്ഞശ്ചാഭീഷ്ടസിദ്ധ്യർത്ഥം മാനുഷം വപുരാശ്രിത ഇത്യുക്ത്വാ വിരരാമാഥ വാമദേവോ മഹാമുനി. ഈ 2 ശ്ലോകം കൊണ്ട് വാമദേവ മഹാമുനി പൗരജനങ്ങളെ സമാശ്വസിപ്പിക്കണത് കഴിയും. അപ്പം നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. ലോകകൃത്, ലോകം മുഴുവൻ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള, മായാമാനുഷ രൂപേണ വിഡംബയതി, മായാമാനുഷ രൂപം ധരിച്ച് ഭക്താനാം ഭജനാർത്ഥായ, ഭക്തന്മാർക്ക് ഭജിക്കാനായിക്കൊണ്ടും രാവണസ്യ വധായ ച, രാവണൻ്റെ വധത്തിനായിക്കൊണ്ടും രാജ്ഞഃ അഭീഷ്ടസിദ്ധ്യർത്ഥം ച, രാജാവിൻ്റെ അഭീഷ്ടം സാധിപ്പിക്കാനും, അതായത് വിഷ്ണു ഭഗവാൻ മകനായി ജനിക്കണം എന്നുള്ള അഭീഷ്ടം. മാനുഷം വപുഹു ആശ്രിത, മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നു വാമദേവ മഹാമുനി ഇതി ഉക്ത്വ വിരരാമ. വാമദേവ മഹാമുനി ഇപ്രകാരം പറഞ്ഞ് വാക്കുകളെ ഉപസംഹരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇത്ര മഹാനായിട്ടുള്ള രാമൻ എന്തിനാണെന്ന് ആ ശരീരം സ്വീകരിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനിയും ഞാൻ പറയാം. എന്താ അറിയോ? ഈ ലോകത്തിൽ സദാചാരബോധവും ധർമ്മവും ഉറപ്പിക്കാനും അത്ര ധർമ്മിഷ്ഠനായിട്ടില്ല, സ്വയം ജീവിച്ച് കാണിക്കുകയാണ്. ആര്? ശ്രീരാമൻ. ഇത്ര സദാചാരബോധമുള്ള ആളും ഇത്ര ധർമ്മബോധമുള്ള ആളും വേറെ ഇല്ല. അപ്പം ലോകത്തിൽ സദാചാരബോധവും ധർമ്മബോധവും ഉറപ്പിക്കാനും ഭക്തന്മാർക്ക് ശ്രീരാമ ഭഗവാനെ ഭജിച്ചിട്ടുള്ള ആനന്ദം കൊടുക്കാനും, പിന്നെ ഓഫ് കോഴ്സ് രാവണാദികളെ വധിപ്പാനും, വിഷ്ണുവിനെ പുത്രനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ച ദശരഥൻ്റെ ആ ഒരു ആഗ്രഹം സാധിപ്പിക്കാനുമാണ് ഇന്നിപ്പോൾ ശ്രീരാമൻ മനുഷ്യരൂപത്തെ സ്വീകരിച്ചിരിക്കണ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ശ്രീരാമനെ പറ്റി ദുഃഖിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവ മഹാമുനി വാക്കുകളെ ഉപസംഹരിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഞാൻ 28ഉം 29ഉം കൂടിയും വായിക്കാം. മായാമാനുഷരൂപേണ വിഡംബയതി ലോകകൃത് ഭക്താനാം ഭജനാർത്ഥായ രാവണസ്യ വധായ ച രാജ്ഞശ്ചാഭീഷ്ടസിദ്ധ്യർത്ഥം മാനുഷം വപുരാശ്രിതഃ ഇത്യുക്ത്വാ വിരരാമാഥ വാമദേവോ മഹാമുനി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.